ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. ക്ലേ വെച്ചിട്ടൊരു ഫ്ലവർ പോട്ടല്ല, ഫ്ലവർ പോട്ട് മാത്രമല്ല, ഫ്ലവർ ഉണ്ടാക്കുന്നുണ്ട്. കുറേ അധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇയർ ബഡ്സ് കുറച്ച് ഒരു 5-6 എണ്ണം എടുത്തിട്ട് അതിന് റബ്ബർ ബാൻഡ് ചുറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുക, കുറച്ച് ദൂരെ ദൂരെ ആക്കിയിട്ട് വിടർത്തി കൊടുക്കുക. അതിന് ശേഷം ക്ലേ വെച്ചിട്ട് ഒരു ചെറിയ റൗണ്ട്സിൽ ആക്കിയിട്ട് കുറേ പീസസ് ആയിട്ട് എടുക്കുക. റൗണ്ടാക്കി നല്ല വൃത്തിക്ക് കിട്ടണം. നല്ല റൗണ്ടാക്കിയിട്ട്, നല്ല റൗണ്ട് വേണമെന്നില്ല, ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ആക്കാം. പൂക്കൾ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാവല്ല, അങ്ങനെ പൂവിൻ്റെ ഷേപ്പാക്കിയിട്ട് എടുക്കുക. അതിന് ശേഷം സൈഡിലിങ്ങനെ വരഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് വരും, ഇതളുകൾ എന്ന് പറഞ്ഞിട്ട്. അതിന് ശേഷം ഒരു ഹോളിട്ട് കൊടുക്കുക. ഹോളിട്ടിട്ട് ഓരോന്നിട്ട് ടച്ചാക്കി കൊടുക്കുക. അതിന് ശേഷം താഴെ സ്റ്റാൻഡ് പോലെ നിൽക്കാനായിട്ട് കുറച്ച് ക്ലേ വെച്ചിട്ട് അത് ഹോൾസ് ചെയ്തിട്ട്, ഹോൾസോ എങ്ങനെയെങ്കിലും ആവും, ഹോൾസ് ചെയ്തിട്ട് ഞാൻ ഹോളിട്ടിട്ടുണ്ട്. ഹോളിട്ടിട്ട് അതിൽ വെച്ചിട്ടുണ്ട് കുറച്ച് നിൽക്കാനായിട്ട്, കറക്റ്റായിട്ട് നിൽക്കണമല്ലോ അത്. അങ്ങനെ നല്ല ഹോൾസ് ഇട്ടിട്ട് അത് അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കിട്ടും. ഇങ്ങനെ ഒരു സ്റ്റാൻഡ് മാതിരി നിൽക്കുന്ന മാതിരി വെച്ച് കൊടുക്കുക. അതിന് ശേഷം അധികം പൂക്കൾ ഉണ്ടാക്കണം. ഓരോ റൗണ്ട്സായിട്ട് എടുത്തിട്ട് അതിന് ശേഷം സൈഡിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ അത് ഒന്നാൽ വരഞ്ഞിങ്ങനെ കൊടുക്കാം. ഇങ്ങനെ അല്ലെങ്കിൽ ലാസ്റ്റിൽ റൗണ്ട് ഉള്ളവിടെ കുറച്ച് ഇങ്ങനെ പൂക്കൾ മാതിരി, ഇതൾ മാതിരി കാണുന്ന പോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ചെറിയ കട്ടാക്കിയിട്ട് കൊടുക്കുക സൈഡിൽ മാത്രം. അതിന് ശേഷം പരത്തി കൊടുക്കുക. അപ്പോൾ അങ്ങനെ കുറേ എണ്ണം ആക്കി എടുക്കണം നമ്മൾ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്ത ബെൽ ബട്ടണും അമർത്താൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തിരിയും. അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ഒരു പൂവിൻ്റെ ഇത് വേണമല്ലോ താഴെ. നമ്മൾ ആ കളറ്, നമ്മൾ ഇപ്പോൾ ഈ കളറുള്ളത് ഗ്രീനാണ്. ഗ്രീൻ ഇല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ച് കൊടുക്കേണ്ടി വരും. ഇത് ഗ്രീൻ തന്നെ ആയതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ കുറേ ടൈപ്പ് പല വിധത്തിലാക്കിയെടുക്കാൻ പറ്റും. ഇതളുകൾ കണ്ടാൽ മതി നമുക്ക്. ഇതളുകളെ നോക്കി ഞാൻ സൈഡ് കട്ട് ചെയ്തിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഒരു 5-6 7 എടുത്തിട്ട് നമ്മൾ ഫുള്ളായിട്ട് ആക്കി വെക്കുക. എന്നിട്ട് അതിൽ മുകളിൽ ഒരു റൗണ്ടിൽ ഹോളിട്ട് കൊടുത്തിട്ട് അതിന് ശേഷം അതിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. മുകളിലത്തെ ഭാഗം കുറച്ച് ഉള്ളിലോട്ട് പോകുന്ന പോലെ ആക്കി കൊടുക്കുക. അതായത് ബേഡ്സ് കുറച്ച് കാണുന്ന പോലെ ആക്കാം. ഇല്ലെങ്കിൽ അതിൽ നിൽക്കുന്ന പോലെ എങ്ങനെയെങ്കിലും നമ്മൾ ആക്കിയെടുത്താൽ മതി. ഓരോ മോഡലാക്കിയിട്ടുണ്ട് ഞാൻ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ച് വരഞ്ഞ് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഫൈനൽ എന്ന് പറഞ്ഞാൽ പെയിൻ്റ് അടിക്കാൻ മുമ്പാണ് ഇത്. നല്ല വൃത്തിക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അത് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ അതിന് പെയിൻ്റ് അടിച്ച് കൊടുക്കണം. പെയിൻറ്റ് ഞാൻ യെല്ലോ കളറാണ്. നിങ്ങൾക്ക് ഏത് കളർ ഇഷ്ടപ്പെട്ടു ആ കളറിൻ്റെ ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും. പെയിൻ്റ് അടിച്ച് കൊടുത്താൽ ഇതാണ് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം അതിന് നടുക്ക് നമ്മൾ കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടി റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഫ്ലവേഴ്സ്. അധികം ഫ്ലവർ ഉള്ളതുകൊണ്ട് ഫ്ലവേഴ്സ് ക്ലേ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇതാണ് ഫൈനൽ ലുക്ക്.
ഉണങ്ങിക്കഴിയുമ്പോൾ നല്ല രസമുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.